വനിതകളുടെ ഗോൾഫ് വ്യക്തിഗത സ്ട്രോക്ക് പ്ലേയിൽ 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരാണ്? വനിതകളുടെ ഗോൾഫ് വ്യക്തിഗത സ്ട്രോക്ക് പ്ലേയിൽ 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം. ഇന്ത്യൻ താരം ആരായിരുന്നു? അദിതി അശോക് ആണ് വനിതകളുടെ ഗോൾഫ് വ്യക്തിഗത സ്ട്രോക്ക് പ്ലേയിൽ 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം. അദിതി അശോക്. ഇനി രണ്ടാമത്തെ ചോദ്യം. പുരുഷന്മാരുടെ ലൈറ്റ് വെയ്റ്റ് ഡബിൾസ് കേൾസ് തുഴച്ചിൽ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം. ഓർക്കുക, 2020 കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2020 ടോക്കിയോ ഒളിമ്പിക്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഫെനിങ്സിന്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ലൈറ്റ് വെയ്റ്റ് ഡബിൾസ് കേൾസ് തുഴച്ചിൽ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതില് രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പുരുഷന്മാരുടെ ലൈറ്റ് വെയ്റ്റ് ഡബിൾസ് കേൾസ് തുഴച്ചിൽ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം അർജുൻ ലാൽജത്തിന്റെ അരവിന്ദ് സിംഗ് സഖ്യമാണ്. അർജുൻ ലാൽജത്തിന്റെ അരവിന്ദ് സിംഗ് സഖ്യമാണ് പുരുഷന്മാരുടെ ലൈറ്റ് വെയ്റ്റ് ഡബിൾസ് കേൾസിൽ തുഴച്ചിൽ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം. അപ്പൊ ഇന്ത്യൻ ടീം ഏതായിരുന്നു? അരവിന്ദ് സിംഗ് സഖ്യമായിരുന്നു, അർജുൻ ലാൽ ജത്ത്. ഇനി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്ന ഒരു ചോദ്യമായിരുന്നു, ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഫെനിങ്സിന്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം ആരാണ്? ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഫെനിങ്സിന്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം ഏതിലായിരുന്നു? പുരുഷന്മാരുടെ ലൈറ്റ് വെയ്റ്റ് ഡബിൾസ് കേൾസിൽ തുഴച്ചിൽ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം അർജുൻ ലാൽജത്തിന്റെ അരവിന്ദ് സിംഗ് സഖ്യമാണ്. ഇനി മറ്റൊന്നാണ്, ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഫെനിങ്സിന്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം ആരായിരിക്കും? ഭവാനി ദേവി തമിഴ്നാട് സ്വദേശിനിയാണ്. ഭവാനി ദേവിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഒളിമ്പിക്സ് ഫെനിങ്സിന്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4x400 മീറ്റർ റിലേയിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ ഇന്ത്യൻ പുരുഷ ടീം ഏതായിരുന്നു? 4x400 മീറ്റർ റിലേയിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ ഇന്ത്യൻ പുരുഷ ടീം ഏതായിരുന്നു? മുഹമ്മദ് അനസ് യഹിയ, നോഹ നിർമ്മൽ ടോം, ആരോഗ്യ രാജീവ്, അമോജ് ജേക്കബ് എന്നിവരുടെ സഖ്യമായിരുന്നു. അപ്പൊ എന്നിവരുടെ ടീമായിരുന്നു മുഹമ്മദ് അനസ് യഹിയ, നോഹ നിർമ്മൽ ടോം, ആരോഗ്യ രാജീവ്, അമോജ് ജേക്കബ്. ഇവര് ഫിനിഷ് ചെയ്യാനെടുത്ത സമയം 3:25 മിനിറ്റ്. 3 മണി 25 മിനിറ്റ് ആണ് ഇവര് ഫിനിഷ് ചെയ്യാനെടുത്ത സമയം. 4x400 മീറ്റർ റിലേയിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ ഇന്ത്യൻ പുരുഷ ടീം ഏതായിരുന്നു? മുഹമ്മദ് അനസ് യഹിയ, നോഹ നിർമ്മൽ ടോം, ആരോഗ്യ രാജീവ്, അമോജ് ജേക്കബ് എന്നിവരുടെ ഒരു പുരുഷ ടീമിലായിരുന്നു 4x400 മീറ്റർ റിലേയിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ ഇന്ത്യൻ ടീം. അപ്പൊ നമുക്ക് ഫിനിഷ് ചെയ്യാൻ എടുത്ത സമയം കൂടെ ഓർത്തിരിക്കുക, 3:25 മിനിറ്റ്. 3 മണി 25 മിനിറ്റ്. ഇനി മറ്റൊരു ചോദ്യം. വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം. വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം ആരായിരുന്നു? കമൽപ്രീത് കൗർ ആയിരുന്നു വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം. ഒന്നുകൂടി പറയാം. വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം ആരായിരുന്നു? കമൽപ്രീത് കൗർ ആയിരുന്നു വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം. ഇനി നമ്മൾ 2020 ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പഠിച്ചാലോ? അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരായിരുന്നു? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഹെന്ത് സസയായിരുന്നു. ഹെന്ത് സസ എന്ന് പറയുന്നത് സിറിയൻ ടേബിൾ ടെന്നീസ് താരമായിരുന്നു. ഹെന്ത് സസ ആരായിരുന്നു? സിറിയൻ ടേബിൾ ടെന്നീസ് താരമായിരുന്നു. എത്ര വയസ്സുണ്ടായിരിക്കും? 12 വയസ്സാണ് ഉള്ളത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഹെന്ത് സസ. അതുപോലെ തന്നെ എന്ത് താരമായിരുന്നു? സിറിയൻ ടേബിൾ ടെന്നീസ് താരമായിരുന്നു.
12 വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2020 കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഹെന്ദുസാസയാണ്. അതുപോലെ തന്നെ സിറിയൻ ടേബിൾ ടെന്നീസ് താരവുമാണ്. 12 വയസ്സാണ് ഉള്ളത്. ഇനി മറ്റൊരു ചോദ്യം. ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിന്റെ ഇന്ധനം എന്തായിരുന്നു? ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിന്റെ ഇന്ധനം എന്തായിരുന്നു? ഹൈഡ്രജൻ ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിന്റെ ഇന്ധനം. ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിന്റെ ഇന്ധനം എന്തായിരുന്നു? ഹൈഡ്രജൻ ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിന്റെ ഇന്ധനം. അപ്പൊ ആദ്യമായിട്ടാണ് ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ടാണ് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിന്റെ ഇന്ധനം അപ്പോൾ എന്തായിരിക്കും? ഹൈഡ്രജൻ ആണ്. ആദ്യമായിട്ടാണ് ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഡോക്ടർ ഫൈൻ ഡി ദത്തനാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ടോക്കിയോ ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഡോക്ടർ ഫൈൻ ഡി ദത്തനാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. 2020 കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ നിന്നും പിന്മാറിയ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം ആരാണ്? മാനസിക സമ്മർദ്ദങ്ങളെ തുടർന്ന് ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ നിന്നും പിന്മാറിയ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം ആരാണ്? ആരായിരിക്കും? സിമോൺ ബെയിൽസ് ആണ് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ നിന്ന് പിന്മാറിയ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം. സിമോൺ ബെയിൽസ് ആണ് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ നിന്ന് പിന്മാറിയ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം. ഇനി മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയത് ആരാണ്? ടോക്കിയോ ഒളിമ്പിക്സ് വനിതകളുടെ 100 മീറ്റർ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയത് ഇലൈൻ തോംസൺ ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയത്. ജമൈക്ക 10.61 സെക്കൻഡാണ് എടുത്തത്. ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയത് ആരാണ്? ഇലൈൻ തോംസൺ ആണ്. ജമൈക്കയിലായിരുന്നു. 10.61 സെക്കൻഡ്. 33 വർഷം പഴക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് 33 വർഷം പഴക്കമുള്ള ഫ്ലോറൻസ് ഗ്രിഫിത്ത് ജോയ്നറുടെ ഒളിമ്പിക്സ് റെക്കോർഡ് തകർത്താണ് ഇലൈൻ തോംസൺ സ്വർണം നേടിയത്. അപ്പം ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയ വ്യക്തി ആരാണ്? ഇലൈൻ തോംസൺ ആണ്. അതുപോലെ തന്നെ 33 വർഷം പഴക്കമുള്ള ഒരു ഫ്ലോറൻസ് ഗ്രിഫിത്ത് ജോയ്നറുടെ ഒളിമ്പിക്സ് റെക്കോർഡ് കൂടി തകർത്തിട്ടാണ് ഇലൈൻ തോംസൺ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയത്. 100 മീറ്റർ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയത്. ഇനി മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ആരാണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ആരാണ്? ലാമണ്ട് മാർസൽ ജേക്കബ് ആണ് പുരുഷന്മാരുടെ 100 മീറ്റർ ടോക്കിയോ ഒളിമ്പിക്സിൽ 100 മീറ്റർ സ്വർണം നേടിയത്. ലാമണ്ട് മാർസൽ ജേക്കബ്. ഇറ്റലിയിലായിരുന്നു. സമയം 9.80 സെക്കൻഡ്. ലാമണ്ട് മാർസൽ ജേക്കബ്, ഇറ്റലി. സമയം 9.80 സെക്കൻഡ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ലാമണ്ട് മാർസൽ ജേക്കബ് ആണ്. ഇനി ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഏറ്റവും അധികം മെഡലുകൾ നേടിയ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഏറ്റവും അധികം മെഡലുകൾ നേടിയ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? അലിസൺ ഫെലിക്സ് ആണ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഏറ്റവും അധികം മെഡലുകൾ നേടിയ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? അലിസൺ ഫെലിക്സ് ആണ്. എത്ര മെഡലുകളായിരിക്കും? 11 മെഡലുകളായിരിക്കും. ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും അധികം മെഡലുകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ 11 മെഡലുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ആരാണ് കരസ്ഥമാക്കിയത്? അലിസൺ ഫെലിക്സ് ആണ്. വനിതകളുടെ ട്രിപ്പിൾ ജമ്പിൽ ലോക റെക്കോർഡ് നേടിയ താരം ആരാണ്? യൂലിമർ റോജാസ് ആണ്. യൂലിമൽ റോജാസ് ആണ് വനിതകളുടെ ട്രിപ്പിൾ ജമ്പ് ലോക റെക്കോർഡ് നേടിയ താരം. വനിതകളുടെ ട്രിപ്പിൾ ജമ്പിൽ ലോക റെക്കോർഡ് നേടിയ താരം യൂലിമർ റോജാസ് ആണ്. വെനിസ്വേലയാണ് സ്ഥലം. വെനിസ്വേല. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുന്ന വനിതാ നീന്തൽ താരം എന്ന റെക്കോർഡ് നേടിയത് ആരായിരിക്കും? ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുന്ന വനിതാ നീന്തൽ താരം എന്ന റെക്കോർഡ് നേടിയത് എമ്മ മക്വിയോൺ ആണ്. എമ്മ മക്വിയോൺ ആണ് ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുന്ന വനിതാ നീന്തൽ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്. അങ്ങനെയാണെങ്കിൽ എത്ര മെഡലുകളാണ്? ഓസ്ട്രേലിയയിലാണ് എത്ര മെഡലുകളാണ്? 7 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. 7 മെഡലുകൾ. ഇനി മറ്റൊരു ചോദ്യമാണ്, പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ പങ്കുവെച്ചത് ആരൊക്കെയാണ്? പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡലുകൾ പങ്കുവെച്ചത് ആരൊക്കെയാണ്? മുദാസ് എസാ ബർഷീം. മുദാസ് എസാ ബർഷീം ഖത്തറിലാണ്. ജിയാൻ മാർക്കോ ഡംബ്രി ഇറ്റലി. മുദാസ് എസാ ബർഷീം ഖത്തർ, ജിയാൻ മാർക്കോ ഡംബ്രി ഇറ്റലി. പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ പങ്കുവെച്ചത് ഇവർ രണ്ടുപേരുമായിരുന്നു. മുദാസ് എസാ ബർഷീം ഖത്തർ. മുദാസ് എസാ ബർഷീം ഖത്തർ, ജിയാൻ മാർക്കോ ഡംബ്രി ഇറ്റലി. ഇനി മറ്റൊരു ചോദ്യമാണ്, ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ അത്ലറ്റ് ആരായിരുന്നു? ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ അത്ലറ്റ് ആരായിരുന്നു? ലോറൽ ഹുബാർഡ് ആണ്. ലോറൽ ഹുബാർഡ് ആണ് ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ അത്ലറ്റ് എന്ന് പറയുന്നത്. സ്ഥലം ന്യൂസിലാൻഡ്. ലോറൽ ഹുബാർഡ് സ്ഥലം എവിടെയാണ്? ന്യൂസിലാൻഡ് ആണ്. തുടർച്ചയായി 8 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ആദ്യ അത്ലറ്റ് ആരാണ്? ജസ്യൂസ് ഏഞ്ചൽ ഗാർഷ്യ. ജസ്യൂസ് ഏഞ്ചൽ ഗാർഷ്യയാണ് തുടർച്ചയായി 8 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ആദ്യ അത്ലറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റ് 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളൊന്ന് നോക്കാം. 2024 ഒളിമ്പിക്സ് വേദിയാകുന്നത് എവിടെ? പാരീസ്, ഫ്രാൻസ്. 2024 ഒളിമ്പിക്സ് വേദിയാകുന്നത് പാരീസ്, ഫ്രാൻസ്. 2028